തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ മണലിവിളയിൽ ദുരിത ജീവിതം നയിച്ച 20ഓളം കുടുംബങ്ങൾ. കുടിവെള്ളമില്ല, ശൗചാലയമില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് പൊതുസ്ഥലമാണ്. മണലിവിളയിലെ ഉള്ളലയ്ക്കുന്ന ജീവിതങ്ങളിൽ മീഡിയ വൺ അന്വേഷണം തുടങ്ങുന്നു. മണലിവിളയിലെ മനുഷ്യജന്മങ്ങൾ. കുടിവെള്ളവും ശൗചാലയവും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ നരകിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. നെയ്യാറ്റിൻകര മണൽവിള കോളനി നിവാസികളുടെ ജീവിതം അവിശ്വസനീയമാണ്. കോളനിയിലെ 20ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നുറങ്ങിയിരിക്കുന്നു. സമൂഹത്തിലെ മുഖ്യധാരയുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞുപോയ ചിലയിടങ്ങളിലേക്കൊരു അന്വേഷണം. മലമൂത്ര വിസർജനത്തിന് ഇരുളിന്റെ മറവിൽ ഇഴജന്തുക്കൾ അലയുന്ന വെളിമ്പറമ്പുകളിലേക്ക് നടന്നു പോകുന്നവർ. ബാത്റൂമിൽ മഴയത്താണെങ്കിൽ അവിടെ പോകാനോ നോക്കിയൊന്നുമില്ല. വിളയിൽ പോകണം, അല്ലെങ്കിൽ മുകളിലൊരു വീട്ടിൽ പോയി അവര് പോവാൻ പറയും. ഞാൻ അങ്ങനെ അതുകൊണ്ട് പെട്ടെന്നൊന്നും ആഹാരം ശരിക്കും കഴിക്കാനില്ല. മഴയത്ത് ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് താഴെ കട്ടിലിൽ നിന്ന് അനങ്ങാൻ വയ്യാതെ തലയ്ക്കുമേലെ ടാർപോളിൻ വലിച്ചിട്ടുറങ്ങുന്നവർ. ഇവിടെയൊക്കെ ചോർന്ന് നനഞ്ഞ് കിടക്കുന്നു. മഴ പരുവത്ത് തലയിൽ തുണിയൊക്കെ ഇട്ടാണ് എന്നെ കിടത്തുന്നത്. കട്ടിലിൻ്റെ പുറത്ത് കിടത്തിയിട്ട് അവർ വല്ല നനയാത്തതൊക്കെ എടുത്തിട്ട് തരും. അടുപ്പുകല്ലുകൾ പോലും തകർന്ന അടുക്കളകൾ ഉപേക്ഷിച്ച് മുറ്റത്ത് മുക്കല്ല് കൂട്ടി റേഷനരി വേവിക്കുന്നവർ. ഇവിടെ വെച്ചൊന്നും കഴിക്കാനോ ഒന്നും പറ്റൂല. ചോർന്ന് നനഞ്ഞ് ഒരു മുറി പോലും, ഒരു നെല്ലട പോലും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങോട്ട് മാറിയത്. ഇവരും മനുഷ്യരായി പിറന്നവരാണ്. മാരായിമുട്ടം മണലിവിള കോളനി നിവാസികൾ. ഇതെല്ലാം 2 വീടായിരുന്നു. നടുക്കൊരു മതിലും അപ്പുറം 2 കുടുംബമായിരുന്നു. അങ്ങനെ 33 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചത്. പിന്നെ അതിനെല്ലാം 33 കുടുംബത്തിനെയും ഒറ്റ വീടുകളാക്കി 2-3 സെൻറ്റ് വസ്തു ഒരു ഇതായിട്ടുള്ള പദ്ധതി ഉണ്ട്. ആ പദ്ധതിയാണ് അമ്പെ പരാജയപ്പെട്ടത്. ആ സ്കീം പ്രകാരം കൊണ്ടുവന്നപ്പം പകുതി ഒറ്റ വീടുകൾ പോലും പൂർത്തീകരിക്കാൻ അതിൻ്റെ പറ്റിയില്ല. ഇവിടെ ഇനി ബാക്കിയാകുന്നത് മരണത്തെ കാത്തിരിക്കുന്ന വൃദ്ധരും നിസ്സഹായരായ യുവതികളും അവർ പെറ്റിട്ട ലോകമെന്തെന്നറിയാത്ത കൊച്ചുമക്കളും മാത്രമാണ്. വഴിയുമില്ല, ലൈറ്റുമില്ല, നല്ലൊരു വീട് പോലും ഇല്ല. ഒരാൾക്ക് വയ്യാതായ പോലും ഇവിടെ നിന്ന് എടുത്തോണ്ട് വേണം പോകാൻ. എന്നുവെച്ചാൽ ഒട്ടും വെട്ടയില്ലെന്ന് വെച്ചാൽ ഒരു ഊർണ്ണ വല്ലം കടന്നാൽ പോലും കാണാൻ പറ്റില്ല. വീടുകൾക്ക് 1/4 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. എല്ലാം അടർന്നു വീഴുകയാണ്. എല്ലാവരും പതിറ്റാണ്ടുകളായി കോളനിയിലെ താമസക്കാർ. ഇക്കാലയളവിനുള്ളിൽ കോളനി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടനുവദിച്ചത് 2 പേർക്ക് മാത്രമാണ്. 2 പേർ അതിദരിദ്രരുടെ പട്ടികയിലുമുണ്ട്. മറ്റെല്ലാവരും സർക്കാർ കണക്കുകൾക്ക് പുറത്താണ്. കുടിവെള്ളവും ശൗചാലയവും അടക്കം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കോളനികൾ ഇനിയും കേരളത്തിൽ ബാക്കിയുണ്ടോ? ഉണ്ടെന്നതാണ് മണലിവിള നൽകുന്ന ഉത്തരം. സാദിഖ് പാറക്കലിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ വൺ, തിരുവനന്തപുരം. മുഹമ്മദ് ആഷിഖ് വിവരണവുമായി തിരുവനന്തപുരത്ത് നിന്നും. ആഷിഖ്, ഇത് ട്രൈബൽ കോളനിയാണോ? അജിംഷ, ട്രൈബൽ കോളനിയല്ല. 2 ലക്ഷം വീട് കോളനികൾ സ്ഥാപിച്ചിരുന്ന കാലത്ത് സ്ഥാപിച്ച കോളനിയാണ്. 33 കുടുംബങ്ങളെ അന്ന് 72-76 കാലത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന് കുടിയിരുത്തിയതാണ്. അതിനുശേഷം അന്നത്തെ ഇരട്ട വീടുകൾ മാറ്റി ഒറ്റ വീടുകളാക്കി 33 കുടുംബങ്ങൾക്കും 33 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക. അന്ന് പദ്ധതി വിഹിതമായി ഏതാണ്ട് 27,000 രൂപയോ മറ്റോ ഉണ്ട്. ആ തുച്ഛമായ തുകയ്ക്ക് നിർമ്മിച്ച വീടുകളാണ് ഇപ്പോഴും ഈ മണലിവിള കോളനിയിലുള്ളത്. 33 കുടുംബങ്ങൾ ഇപ്പോൾ അവിടെ താമസമില്ല. അവിടുത്തെ ഈ സാഹചര്യങ്ങൾ, ദുസ്സഹമായ സാഹചര്യങ്ങളും ഏതെങ്കിലും തരത്തിൽ അതിജീവിക്കാൻ ശേഷിയുള്ള കുടുംബങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. 10ഓളം കുടുംബങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ്. 10ഓളം വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ബാക്കിയാവുന്ന ഏതാണ്ട് 20ലധികം വീടുകളാണ് ഈ ദുരിത യാതന അനുഭവിക്കുന്നത്. ആ വീടുകളിൽ താമസിക്കുന്നവരാകട്ടെ വൃദ്ധരും കുട്ടികളും നിരാലംബരായ യുവതികളും അടക്കമുള്ളവരാണ്. ഹൃദയരോഗികളുണ്ട്, മറ്റസുഖങ്ങൾ ബാധിച്ച ആളുകളുണ്ട്, നടക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരു തരത്തിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ സാധിക്കാത്ത മനുഷ്യർ അവശേഷിക്കുന്ന ഇടമായി മണലിവിള മാറിയിരിക്കുകയാണ്. ഈ പല വീടുകളിലും ശൗചാലയമില്ല. ഈ വീടുകൾക്കിടയിലൂടെ വഴികളില്ല. ഒരു മലഞ്ചെരിവിൽ ഏതാണ്ട് 33 വീടുകൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അതിനിടയിലൂടെ സഞ്ചരിക്കാൻ വഴികളില്ല. ചെറിയ നടപ്പാതകളാണ്, കുണ്ടും കുഴിയും നിറഞ്ഞ നടപ്പാതകളാണ്. അതിനിടയിലൂടെ പൊന്തക്കാടുകൾ ഉണ്ടായിരിക്കുന്നു. ആ പൊന്തക്കിടയിലാണ് ശൗചാലയങ്ങളില്ലാത്ത വീടുകളിലെ വൃദ്ധർ വെളിക്കിരിക്കുന്നത്. കുടിവെള്ളം അവിടെ കുടിവെള്ള കണക്ഷനായിട്ടുള്ള പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്ന ജലവിതരണ പദ്ധതി പ്രകാരമാണ്. അവിടെ ചെരിഞ്ഞ പ്രദേശമായതിനാൽ വെള്ളം കയറിയെത്തില്ല. അതിനാൽ രാത്രി 11 മണി 11:30 സമയത്താണ് ഇങ്ങോട്ടേക്കുള്ള വെള്ളം തുറന്നുവിടുന്നത്. മറ്റെവിടെയും താഴ്ഭാഗങ്ങളിൽ ആരെങ്കിലും വെള്ളം എടുത്താൽ മുകൾ ഭാഗങ്ങളിൽ ഉള്ളവർക്ക് വെള്ളം കിട്ടാറില്ല. പലപ്പോഴും 2 മാസത്തോളം വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. ആഴ്ചയിൽ 1 വട്ടമോ 2
2 വട്ടമോ വരുന്ന വെള്ളത്തെ ചെറിയ കുപ്പികളിൽ പോലും പിടിച്ചു വെച്ച് വരും ദിവസങ്ങളിലേക്ക് കാത്തുവെച്ച് രാത്രി ഈ പിടിക്കുന്ന വെള്ളമാണ് വരുന്ന ദിവസങ്ങളിലേക്ക് കാത്തുവെക്കുക. വീടുകൾ ഏതാണ്ട് 10ഓളം വീടുകൾ അടർന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. പല വീടുകളിലെയും മേൽക്കൂര ഭാഗികമായി തകർന്നു. അടുക്കള ഭാഗം ഭിത്തിയെല്ലാം അടർന്ന് മുഴുവനായി വീണു പോയിരിക്കുന്നു. ബാത്റൂമുകൾ ഇല്ലാത്ത വീടുകൾ. ഈ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതി ആയതിനാൽ ചില ആളുകൾ ഈ വീടിന് പുറത്ത് കുറെ ടാർപോളിൻ ഷീറ്റെല്ലാം വലിച്ചു കെട്ടി ഒരു കൂര നിർമ്മിച്ച് അതിനുള്ളിൽ കഴിയുകയാണ്. അങ്ങനെ 10ഓളം കുടുംബങ്ങളാണ് ദുരിത യാതന അനുഭവിക്കുന്നത്. അതിലൊരു അമ്മ, മേഴ്സി എന്ന് പറയുന്ന ഒരു അമ്മ പറയുന്ന കഥ, തനിക്ക് നടക്കാൻ സാധിക്കുകയില്ല. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴേ നിന്ന് എണീറ്റ് നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തൻ്റെ കൂടെയുള്ള ആള് തലയ്ക്ക് മീതേക്ക് ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചിട്ട് തരും. അങ്ങനെ നനയാതെ എനിക്ക് അവിടെ കിടക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് അതിന് സമാനമായ പല അവസ്ഥകളാണ്, വിവിധങ്ങളായ കാഴ്ചകളാണ്. ഇത് എങ്ങനെ കേരളത്തിൽ സാധ്യമാകും എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട് 2 വീടുകളാണ് ഈ 33 വീടുകളുള്ളതിൽ ആ കോളനി അനുവദിച്ചിട്ടുള്ളത്. മറ്റ് 2 പേരെ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റെല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾക്ക് ഉപഭോക്താക്കളല്ല. ആരും ഈ സർക്കാർ കണക്കുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. ഈ മണൽവിള കോളനിയെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഈ വിഷയം ഉന്നയിച്ച് പല അധികാര സ്ഥാപനങ്ങളിലടക്കം ചെല്ലുന്നുണ്ടെങ്കിലും ഇവർ ഈ മണൽവിള കോളനിയെ പൂർണ്ണമായും തഴഞ്ഞിടുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളടക്കം നമ്മളോട് പറയുന്നത്. ആഷിഖ്, ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇവർ എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട്? അതേക്കുറിച്ച് പഞ്ചായത്ത് എന്താണ് പറയുന്നത്? പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വിശദീകരണം, 2 കുടുംബങ്ങൾക്ക് അവിടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകിയിട്ടുണ്ട്. മറ്റ് ഈ വീടുകൾ ശോചനീയ അവസ്ഥയാണ് എന്ന വിവരം പഞ്ചായത്ത് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് പാറശാല നിയോജക മണ്ഡലത്തിലെ കളയിക്കാവിള പഞ്ചായത്താണ്. അവിടെ ഒരു പഞ്ചായത്ത് പറയുന്നത് ശോചനീയമായ അവസ്ഥയാണ്, പക്ഷെ തങ്ങൾ നിസ്സഹായരാണ് എന്ന രീതിയിലാണ് അവിടെ നിന്നുള്ള പ്രതികരണം, പഞ്ചായത്തിന്റെ മറ്റ് അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം. ശരി, മുഹമ്മദ് ആഷിഖാണ് ഈ വാർത്ത നൽകുന്നത്. ഈ വാർത്തയുടെ തുടർ വാർത്തകൾ വരും ദിവസങ്ങളിലും നമുക്ക് നൽകാൻ കഴിയും.